ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. ഐ വുഡ് ലൈക്ക് ടു കൗണ്ട് ഈച്ച് ആൻഡ് എവറി മൈൽ സ്റ്റോൺ ഓഫ് മൈ യൂട്യൂബ് ചാനൽ. അതിൽ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നരുത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും ചെറിയൊരു തിരുത്തൊക്കെ വന്നിട്ടുണ്ട്. 35 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ ചാനൽ ഇപ്പോൾ 37 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ എണ്ണിപ്പറക്കിയിരിക്കുമ്പോൾ അതൊരു കൗതുകം ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ്. എനിക്കിച്ചിരി കൗതുകം കൂടുതലാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞങ്ങ് സമാധാനിക്കും, നിങ്ങളെയും സമാധാനിപ്പിക്കും. ഇന്ന് നമ്മളീ പോകുന്നത് ചേട്ടൻ കീഴിക്കുണി ചവിട്ടിയതാണ്, പോട്ടെ, അതെന്തിലാട്ടെ, ശ്രദ്ധിക്കാൻ പോകണ്ട, അവൻ ഇച്ഛിച്ചിയ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഷാർജ ഖൽബ റൂട്ടിലൂടെയാണ്. നക്കീലിൽ നിന്നും നമ്മളിന്ന് പോകാൻ പോകുന്നത് ഹാങ്ങിങ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് എന്നൊന്നും ചിന്തിക്കേണ്ട. പലരും പോയി അവസാനം ഖൽബയ്ക്ക് തന്നെ മടുത്ത് കാണും. ആരോ ആദ്യം ഒന്ന് പോയി ഒരു റീലിട്ടു, അതിനുശേഷം എല്ലാവരും പെറുക്കി കെട്ടി പോയി കണ്ട ഒരു സ്ഥലമാണ് ഖൽബ. അപ്പോഴാണ് ഞാനിവിടെ, അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും ലേറ്റാണ്. എനിക്കിങ്ങനെ ആദ്യമേ ഇടിച്ചെറിച്ചിടണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വളരെ ലേറ്റായിട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്. ലേറ്റ് കമറാണ് ഞാൻ. അങ്ങനെ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി അടുത്ത സ്ഥലത്തേക്ക് ഞാനും വീണ്ടും പോവാണ്. ഞാൻ പോവാണ്. നിങ്ങളെയും കൊണ്ടുപോകും, കാണുന്നവരെയൊക്കെ ഞാൻ കൊണ്ടുപോകും. ഈ രണ്ട് സൈഡിലും പച്ച വിരിച്ച് നിൽക്കുന്നത് മരം മാത്രമല്ല കേട്ടോ, അവിടെ പോച്ചയും പുല്ലൊക്കെ പച്ച വിരിച്ച് നിൽപ്പുണ്ട്. ഇത് ആക്ച്വലി ഫ്യൂജറയാണ്. ഫ്യൂജറയിലെ ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. അവിടെ നിന്ന് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ആക്ച്വലി ഫ്യൂജറ പാസ് ചെയ്യുമ്പം ഇവിടെ ഉള്ളവർക്കും ഇവിടെ വന്നിട്ടുള്ളവർക്കും ഒക്കെ ഏറെക്കുറെ അറിയാം. ഫ്യൂജറ ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഫീല് കൊടുക്കുന്ന സ്ഥലമാണ്, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് റാസൽ ഖൈമ, ഫ്യൂജറ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട്, വലിയ റഷൊന്നും ഇഷ്ടമല്ല, എന്നാൽ അത്യാവശ്യം തിരക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ പെടുന്ന ആ ഒരു കാറ്റഗറി പെടുന്ന സ്ഥലങ്ങളാണ്. കൃഷിയും പിന്നെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഫ്യൂജറയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. മാർക്കറ്റ് ഈസിലി അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറ്റും. നാട്ടിൽ ഇതൊന്നും ചെയ്യാതെ നീ അവിടെ പോയാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതെ. പിന്നെ ഈ പോകുന്ന വഴിക്ക് കൂന കൂട്ടി വെച്ചിരിക്കുന്ന പോലെ കാണുന്ന മലകൾ, ഐ ലവ് ഇറ്റ്. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഡയമണ്ട് നെക്ലസ്, എനിക്ക് ഈ UAE പറയുമ്പോഴേ ഡയമണ്ട് നെക്ലസ്, ഈ പുള്ളി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഇല്ല മാന്ത്രിക കമ്പ് കൊണ്ട് എന്തോ ചെയ്തപ്പോൾ ഉണ്ടായ നഗരമാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫോർമേഷൻസിൻ്റെ സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മലകൾ കാണാൻ. പിന്നെ ഈ പച്ചപ്പും ഹരിതാപയും ഒന്നും മലയിൽ ആക്ച്വലി ഇല്ലായിരുന്നു. ഫുള്ള് പാറയും മൺകൂനകൾ വെച്ച പോലെയാണ്. ഒരു ഈവനിങ് വൈബ് എന്ന് പറയുന്നത് അതൊരു സൺസെറ്റ്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു പീസ്ഫുള്ളായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ റോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. റോഡിലേക്കല്ല, ഈ വഴി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മലയിലൊക്കെ പച്ചപ്പും ഹരിതാപയും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഒരു സീസണിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേരെയൊക്കെ വണ്ടികളും വള്ളങ്ങളും ഒക്കെ പോയെങ്കിലും നമുക്കിങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന കുറച്ച് കാഴ്ചകൾ അവശേഷിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ മഴക്കാലം കടന്നുപോയത്. യൂഷ്വലി നമുക്കിവിടെ കിട്ടുക 2 സീസൺസാണ്, വിൻ്ററും സമ്മറും. പക്ഷേ ഇൻ ബിറ്റ്വീൻ വിൻ്ററിനെ ഒന്ന് കൊഴിപ്പിക്കാനും സമ്മറിനെ വെൽക്കം ചെയ്യാനും നമുക്കിവിടെ മഴ കിട്ടാറുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയ മഴ കുറച്ച് കൂടുതലായിപ്പോയി. വിൻ്ററിനെ ഒന്ന് ബൈ പറഞ്ഞു വിടാനും സമ്മറിനെ വെൽക്കം ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത മഴ അവസാനം അതൊരു മൺസൂൺ സീസണായി മാറുമെന്ന് ഇവിടെയുള്ളവരും വന്നവരും നിന്നവരും ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതൊരു മഴ സീസണായി പോയി. അങ്ങനെ വന്നപ്പോൾ കിട്ടിയതാണ് ഈ മലയ്ക്കൊക്കെ ഈ ഒരു പച്ചപ്പും ഹരിതാപയും, ഒരു പച്ച പട്ടണിഞ്ഞൊക്കെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാവ്യാത്മകമായി പറയാം. ഈ നിൽക്കുന്ന മലകളൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇതിൻ്റെയൊക്കെ താഴെയെല്ലാം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് യൂഷ്വലി നമുക്കറിയാമല്ലോ, ഇതിൻ്റെ മണ്ടയ്ക്കൊന്നൊക്കെ പാറ ഉരുണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രൊട്ടക്ഷൻ പോലെയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്ത് സാധനത്തിനെയും അതാത് ഫേസിൽ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്നതും ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഷാർജ ഖൽബ റോഡിലെ ടണലിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കാഴ്ചകളും
ഒരു സൂത്തിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. ഇവിടെ കൂടുതലും കാണുന്ന വേപ്പ്, പിന്നെ എല്ലായിടത്തും ഇവിടെ എന്നല്ല, യു എയിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നതാണ് വേപ്പ്, മുരിങ്ങ. ഈ 2 സാധനങ്ങൾക്കും ഇവിടെ യാതൊരു പൊന്നുമില്ല. ഇതെങ്ങനെ ഇവിടെ കളിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. ഇത് ഞങ്ങളുടെ സ്പൾബർഗാണ്. ഇതിനെ ഇവിടെ കാണാൻ പറ്റത്തില്ല. സ്പൾബർഗിനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോന്നിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന വാട്ടർഫോൾ അതൊരു ഹ്യൂമൻ ബ്രില്യൻസ് ആണ്. ഹ്യൂമൻ ബ്രില്യൻസിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാ ഫേസാണ്. ഈ കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നുമല്ല ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറുക എന്നുള്ളത്. പിന്നെ ഈ നിൽക്കുന്ന മരം, ഈ മഞ്ഞപ്പൊണിഞ്ഞ മരം, ഇത് വാഗയാണോ അറിഞ്ഞുകൂടാ. ഈ മഞ്ഞച്ചെടി മരമൊക്കെ കാണുമ്പോഴെല്ലാം എനിക്ക് NSS കോളേജും അതിൻ്റെ മുൻവശത്തെ മരങ്ങളുമാണ്. ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞെങ്കിലും NSS കോളേജിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, NSS പന്തളം കോളേജിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആ 3 ഫേസ് ക്ലോക്കും അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വാഗയും തന്നെ ആയിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. വാഗ, ചെമ്പകം, അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മാവ്, ഇതൊക്കെ തന്നെയായിരുന്നു. ഈ മഞ്ഞ മരം എന്നെ ആ നൊസ്റ്റാൾജിയാണ് കൊണ്ടുവരുന്നത്. ഇതിന് മാത്രം നൊസ്റ്റാൾജി എവിടെ കിടക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നും. ആൻഡ് ഈ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഈ ഒരു മലയും കുന്നും, ഇത് ഈ ഒരു ഫുള്ള് മല ഡ്രൈ ആയി കിടന്ന ഒരു ലാൻഡിനെ അവരിങ്ങനെ കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനിങ്ങനെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. ഒരു ഫ്രീ എൻട്രി. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണെങ്കിലും വി നീഡ് ദാറ്റ്, റൈറ്റ്? ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ ഒരു 10 മിനിറ്റ് പിടിച്ചെടുത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇറ്റ്സ് എ ബ്ലസ്. അങ്ങനെ നാച്ചുറലി ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് ശരിക്കും അപ്ലോസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എൻ്റെ ക്യാമറയിൽ വിരിഞ്ഞതാണ്. അങ്ങനെ രാത്രി അവിടെ നിന്ന് തിരിച്ചപ്പോൾ ഐ ഗെസ് 3 പ്രാവശ്യമാണ് ഞങ്ങളിത് ഒരേ സ്ഥലത്ത് കൂടി കറങ്ങി കടന്നത്. കാരണം ഞങ്ങൾക്കൊരു എക്സിറ്റ് മിസ്സായി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ നീണ്ട നിരയെല്ലാം അവിടെ വന്ന വണ്ടികളും കണ്ടു കഴിഞ്ഞിട്ട് ക്യാമ്പ് ചെയ്യുന്ന വണ്ടികളും ഒക്കെയാണ്. സീസൺ നല്ലതാണ്, ക്യാമ്പ് ചെയ്യാനും അടിപൊളിയാണ്. സോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.